ഡ്രഗ്സ് ഉപയോഗിച്ച് ശീലമാവുന്നവർ അത് കിട്ടാതാവുമ്പോൾ വയലൻ്റ് ആവുന്നത് നോർമൽ ഫിനോമിനലാണ്. അവരേതറ്റം വരെ പോകുന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക അസാധ്യം. അപ്പോൾ ജോയുടെ കാര്യം? ഫോർച്ചുനേറ്റ്ലി ജോയ്ക്ക് അങ്ങനെ ഒരു അഡിക്ഷൻ വന്നു തുടങ്ങിയിട്ടില്ല. നമ്മൾ കെയർഫുൾ ആവേണ്ടത് ഇവിടെയാണ്. ജോയ്ക്ക് ഒരു കാരണവശാലും ഡ്രഗ്സുമായി ഇനിയൊരു ബന്ധം ഉണ്ടാവാൻ ഇടവരരുത്. പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജോ ഇപ്പം നോർമലാണ്, പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ മുകുന്ദൻ, ഒരു നല്ല അത്ലറ്റിനെ ഇങ്ങനെ ഒരു ഡ്രഗ്സുമായി അടുപ്പിക്കുന്നതിന് പിന്നിൽ തീർച്ചയായും ആരുടെ ഗൂഢാലോചനയുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ച് അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. അതിന് എന്നാ പാടുപെടേണ്ടി വന്നാലും ഞാൻ ചെയ്യും സാർ. സത്യം പറ, എന്നാ ജോയ്ക്ക് സംഭവിച്ചേ? എന്നോട് ക്ഷമിക്കണം സാർ, ഞാൻ തെറ്റ് ചെയ്തു പോയി. അറിഞ്ഞുകൊണ്ടല്ല, ആ മജീദ് ഭായിയുടെ കയ്യിൽ ഞാൻ പെട്ടുപോയതാ. ജോയെ കൊടുക്കാൻ അവരെന്നെ ഉപയോഗിക്കുകയായിരുന്നു. ജയിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക സാർ? ജോയോടൊപ്പം ഓടുമ്പോൾ എന്നും ഞാൻ പുറകിലായിരുന്നു. ഓരോ തോൽവിയിലും ഞാൻ വല്ലാതെ പതറിപ്പോയി സാർ. അതാ മജീദും കൂട്ടരും മുതലെടുത്തത്. അവരിപ്പോൾ എവിടെ ഉള്ളേ? സാറേ സാറേ, അവനേക്കാന്നേ. എന്നോട് ക്ഷമിക്കണം സാർ, ഇനി എന്നെ തല്ലരുത് പ്ലീസ്. ഇല്ല, നിന്നെ തലതില്ല. ഒരു കാര്യം പറയാനാ മോനെ, ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയത്തില്ലയോ, അത് വെറുതെ അവതാ പറയുന്നതല്ല. പകയുടെയും പ്രതികാരത്തിൻ്റെയും അടയാളമല്ല സ്പോർട്സ്. അതൊരുപാട് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടയാളമാണ് കേട്ടോ. അതൊക്കെ ആദ്യം മനസ്സിലാക്കി ചാടാനും തുള്ളാനും നിന്നേ. കൊണ്ടുപോയട്ടെ, ഞാനങ്ങ് സ്റ്റേഷനിലോട്ട് വരാം.